ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്. പുറത്തുവരുന്നത് ചാറ്റുകളിലെ ചെറുഭാഗങ്ങൾ മാത്രമെന്നും പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ വോയിസ് റെക്കോർഡ് താങ്കൾക്ക് ഒന്നുകൂടെ കേൾക്കാം. ഞാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭാഷണം, ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് കോടതിയിലൂടെ ആ കേസിൻ്റെ നിങ്ങൾ കേട്ടത്, നിങ്ങൾ അറിഞ്ഞത് സത്യത്തിൻ്റെ ഒരു 10% പോലുമില്ല. യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഇതേ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കുമെങ്കിൽ, നിങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ, കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകും. യാ മോനെ, തീ എന്ന് പറഞ്ഞാൽ തീ. ഇപ്പൊ ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖം ലൈവായിട്ട് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നു, യാ മോനെ, ഇതൊരു തിരിച്ചുവരവാണ്, ഒന്നൊന്നര തിരിച്ചുവരവ്. അതിന്റെ തുടക്കമാണ്. കേസും പരാതിയും ആരോപണങ്ങളും റിനിയും ഷഹനാസും ഹണി ഭാസ്കറും എല്ലാം ഒടുങ്ങാൻ പോകുന്നു ഇവിടെ എന്നുള്ളതാണ്. എല്ലാം ഒടുങ്ങാൻ പോകുന്നു. പുറത്ത് വന്നതും പുറത്ത് പറഞ്ഞതും ആരോപണം ഉന്നയിച്ചതും കോടികൾ വാങ്ങിയിട്ടാണ്. എല്ലാം വളരെ കൃത്യമായിട്ട്, എല്ലാം തെളിവുകൾ സഹിതം രാഹുൽ മാങ്കൂട്ടൻ തുറന്നടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഓരോ ക്ലിപ്പുകൾ വരും മണിക്കൂറുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കും. ഓരോ ക്ലിപ്പുകൾ കറക്റ്റായിട്ട് ഈ അഭിമുഖം, രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്ന അഭിമുഖം, അതിന് 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ, 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, ഓരോ മിനിറ്റും എടുത്ത് ഇഴകേറി പരിശോധിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയ വേട്ടക്കഴുകന്മാരുടെ തനി നിറം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് തെളിവ്. മെയ് 28 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് വിളിച്ച് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്ത ആര്? റിനി ആൻ ജോർജ്. പറയാനുണ്ട് ഒരുപാടധികം. ആദ്യത്തെ പരിചയപ്പെട്ട ആദ്യത്തെ 24 മണിക്കൂർ പീഡനമാണ്, അല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറി ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ റിനി ആൻ ജോർജ് 2025 മെയ് 28 രാഹുൽ മാങ്കൂട്ടത്തിലെ ഫ്ലൈറ്റിലിരിക്കുമ്പോ അങ്ങോട്ട് രാഹുലിനെ വിളിച്ച് തുടരെയുള്ള കോളുകൾ, ബാക്ക് ടു ബാക്ക് കോളുകൾ. രാഹുൽ ഫോൺ എടുത്തു. എന്താണ്? ഉടനടി അപ്പുറത്ത് നിന്ന് റിനി ആൻ ജോർജിന്റെ മറുപടി, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അമ്മയ്ക്ക് ഫോൺ കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയെ വിഷ് ചെയ്യുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഈ റിനി ആൻ ജോർജാണ് പറയുന്നത്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന്. രാഹുൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പറയുന്നുണ്ട്. തെളിവുകൾ ആധികാരികമായിട്ട് ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഹാഷ്മി അതിനിടയിൽ പല നാറിയ കളിയും കളിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിക്കുക. തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പുറത്തു വിടുമെന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുക. ഒരുമാതിരി എല്ലാം കഷ്ണം കിട്ടിയ പട്ടിയെപ്പോലെ ഹാഷ്മി പെരുമാറുന്നുണ്ട്. ഹാഷ്മിയോട് പറയാനുള്ളത്, ഹാഷ്മി, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചത് അയാളുടെ പ്രതികരണം അറിയാനാണെങ്കിൽ, അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാനാണെങ്കിൽ അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. അതിനിടയിൽ കയറിയിട്ട് ഈ കാലിനിടയിൽ കോലിട്ടിളക്കുന്ന ഏർപ്പാടുണ്ടാക്കരുത് എന്നാണ് ഹാഷ്മിയോട് പറയാനുള്ളത്. ഹണി ഭാസ്കർ ആണെങ്കിലും ഷഹനാസ് ആണെങ്കിലും പാലക്കാട്ടെ, ഇനി ഷഹനാസിന്റെ കാര്യം 2020 അല്ലേ, 2020 ഡൽഹിയിൽ കർഷക മാർച്ച് നടക്കുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം, ഡൽഹിയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു എന്നല്ല ഷഹനാസ് പറഞ്ഞത്. അതേ ഷഹനാസ് 2024 ജൂലൈയിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ്, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇതേ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാ, നീ മത്സരിക്കണം, നീ അവിടെ വിജയിക്കും. മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതിനഭിനന്ദനം, വിജയിച്ച് കയറിയപ്പോൾ അതിനഭിനന്ദനം. ഇതൊക്കെ പറഞ്ഞതാരാ? ഷഹനാസ് ആണ്. ഹണി ഭാസ്കർ, ഷഹനാസ്, ഞാൻ പറഞ്ഞില്ലേ, പിരായിയുടെ പിരായിരി MLA സരിൻ, വൃത്തികെട്ട നാടൻ കെട്ട പൊളിറ്റിക്കൽ പീപ്പിൾ,
ആ പിമ്പാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ വെട്ടി വീഴ്ത്താൻ വേണ്ടി ഈ നെറികെട്ട കളിക്ക് പിന്നിൽ ഈ പൊളിറ്റിക്കൽ പിമ്പ് സരീനാണ്, പി സരീനാണ്, പിരായിരിയിലെ ഭ്രാന്തനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. വരും ദിവസങ്ങളിൽ വ്യക്തമായ തെളിവുകൾ, ഇതിന് വേണ്ട തെളിവുകൾ ഉറപ്പാണ്. ശത്രുക്കളെ, വേട്ടക്കാരെ, ഒരു കാര്യം ആലോചിച്ചോ, രാഹുൽ വായ മൂടിയിരുന്നപ്പോ രാഹുലിനെ പിന്തുണക്കാൻ കേരളത്തിലെ 10,000 ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ വാ തുറന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ വാക്കുകൾ ഏറ്റെടുക്കാൻ കേരളത്തിലെ 10,000 ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. 2025 ഓഗസ്റ്റ് ഈ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്ന അതേ നിമിഷം ഞാൻ എൻ്റെ പ്രേക്ഷകരോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ പിരായിരിയിലെ ഭ്രാന്തൻ സരീനാണ്. പിരായിരി MLA പറീനാണ്. ഇതിൽ സൗമ്യ സരീൻ, ദുബൈയിലുള്ള ഷാർജയിൽ താമസിക്കുന്ന സരീന്റെ ഭാര്യ സൗമ്യ സരീനും ഇതിൽ വ്യക്തമായ ബന്ധങ്ങളുണ്ട്. സരീനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റതിന്റെ പക, പരാജയപ്പെട്ടതിന്റെ പക, പരാജയപ്പെട്ടതിന്റെ പക. 18,000 വോട്ടിന് 8 നിലയിൽ സരീൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നതിന്റെ പക. ആ വൈരാഗ്യമാണ് ഈ ഷഹനാസിനെയും ഹണി ഭാസ്കറിനെയും റിനിയാൻ ജോർജിനെയും പോലെയുള്ള ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരെ ഏറ്റുപിടിച്ചുകൊണ്ട് സരീൻ നടത്തിയ തമ്മാടിത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടം വേട്ടയായിരുന്നു. പക്ഷേ ഇതൊരു കംബാക്ക് ആണ് മക്കളെ, ഒരൊന്നര തിരിച്ചുവരവാണ്. അതിന് കളമൊരുക്കിയത് 24 ന്യൂസ് ആണ്. ഇടയിൽ കോലിട്ടിളക്കാൻ ഹാഷ്മി വേണ്ട പണിയെടുക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അവസരം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. എന്തേ രാഹുൽ മിണ്ടാത്തത്? സമയമില്ല രാഹുലെ, തിരിച്ചു വരണമെന്ന് രാഹുലിനോട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്നും ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ രാഹുലിന്റെ വായിൽ നിന്ന ഓരോ വാക്കുകളും പ്രത്യേകം ഇഴകീറി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ വലിയ ഒരു അജണ്ട തന്നെ നടപ്പിലാക്കിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്. അത്രമാത്രം കൃത്യതയോടുകൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് കൈമാറാം, നിങ്ങൾക്ക് പരിശോധിക്കാം. ചാറ്റുകളും അതിലെ ബാക്കിയുള്ള സംഭാഷണങ്ങളും എല്ലാം പരിശോധിക്കാം. നിങ്ങൾ കണ്ടതിൻ്റെ തലയും വാലുമില്ലാതെ നിങ്ങൾ കണ്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകളല്ല, അതിൻ്റെ അപ്പുറം പലതുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ചങ്കൂറ്റത്തോടെ ആർജവത്തോടു കൂടി ഈ പറയുന്ന ഹാഷ്മിയുടെ വായ അടപ്പിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ആണൊരുത്തൻ ഇറങ്ങിയിരിക്കുന്നു. ഷഹനാസ് ആണെങ്കിലും ശരി, ഹണി ഭാസ്കർ ആണെങ്കിലും ശരി, അതല്ല കൂട്ടിക്കൊടുപ്പുകാരി റിനിയാൻ ജോർജ് ആണെങ്കിലും ശരി, കരുതിയിരുന്നോ വരും ദിവസങ്ങൾ നിങ്ങൾ നടത്തിയ ഗൂഢാലോചനകൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ കുതികാല് വെട്ടിയ റിനിയാൻ ജോർജ്, രാഹുൽ മാങ്കൂട്ടത്തിനോട് സൗഹൃദം സ്ഥാപിച്ച് അങ്ങോട്ട് ചെന്ന് കയറിയ റിനിയാൻ ജോർജ്, കരുതിയിരുന്നോളൂ വരും ദിവസങ്ങൾ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്കുള്ള മറുപടി പറച്ചിലുകളാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. രാഹുലിൻ്റെ വാക്കുകൾ ഓരോന്നായിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്രയും ദിവസം അയാൾ മൗനമായിരുന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് നമ്മള് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വാ തുറക്കുമ്പോൾ അയാളുടെ ഓരോ വാക്കുകളും ഇനി ഏറ്റെടുക്കാൻ പോവുക. ആരാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണണം, അല്ലേ? ഈ ഇന്റർവ്യൂ നിങ്ങൾ ഫുള്ള് കാണണം. ഈ ഇന്റർവ്യൂ ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ഈ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് രാഹുൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളുടെയും സത്യാവസ്ഥ. വേട്ടയാടപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ എല്ലാവരും കരുതിയിരുന്നുള്ളൂ. നിങ്ങൾ ഇത് കാണണം, നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തിരുത്തണം, രാഹുലിനെ തിരിച്ചെത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.